കേരളത്തെ ഞെട്ടിച്ച ആ കൊലപാതകത്തിന് പിന്നിൽ ഒരു സൈക്കോയുടെ മുഖമുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ആരും അറിയാത്ത ആ ഞെട്ടിക്കുന്ന സത്യത്തെക്കുറിച്ചാണ്. ചാപ്റ്റർ 1. സൈക്കോ. ചാപ്റ്റർ 1. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമം. അവിടെ ദീപക് കുമാർ എന്ന സാധാരണക്കാരൻ തനിക്ക് സ്വന്തമായുണ്ടായിരുന്ന ആ ചെറിയ മൊബൈൽ കടയും നടത്തിക്കൊണ്ട് അതിയായ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ മാത്രമുണ്ടായിരുന്ന അവന് ജീവിതത്തിൽ വലിയ നിലയിലെത്തണം, കട വലുതാക്കണം, ഒരുപാട് പണം സമ്പാദിക്കണം എന്നൊക്കെ വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ അവൻ വലിയൊരു തീരുമാനമെടുത്തു. തൻ്റെ ചെറിയ കട പൊളിച്ച് അവിടെ പുതിയൊരു വലിയ കെട്ടിടം പണിയാൻ അവൻ തീരുമാനിച്ചു. അതിനായി അവൻ വലിയ ഫിനാൻസ് കമ്പനികളെയും തനിക്ക് പരിചയമുള്ള കസ്റ്റമേഴ്സിനെയും ചുറ്റുമുള്ള പലരെയും സമീപിച്ച് പണം ചോദിച്ചു. എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു, പേടിക്കേണ്ട, ഞങ്ങൾ പണം തരാം. അവരുടെ വാക്കുകളെ പൂർണ്ണമായി വിശ്വസിച്ച ദീപക് കുമാർ തൻ്റെ പഴയ കട പൂർണ്ണമായി ഇടിത്തുനിരപ്പാക്കി പുതിയ പണിക്കായി അടിത്തറയിട്ടു. എന്നാൽ പണി തുടങ്ങേണ്ട ആ നിർണായക നിമിഷം വന്നപ്പോൾ പണം തരാമെന്ന് വാക്കുകൊടുത്ത എല്ലാവരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് പിന്മാറി. അയ്യോ, ഇപ്പോൾ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞ് അവർ അവനെ കൈയൊഴിഞ്ഞു. തനിക്കറിയാവുന്നവരും വിശ്വസിച്ചവരും ചേർന്ന് അവനെ ക്രൂരമായി വഞ്ചിക്കുകയായിരുന്നു. ഒരു രാത്രി കൊണ്ട് അവൻ്റെ ആ ജീവിതം തകർന്നു തരിപ്പണമായി. കടയും പോയി, കയ്യിൽ കാശുമില്ല, ചെയ്ത കടങ്ങളും തലയിൽ വന്നു നിന്നു. അന്ന് രാത്രി ദീപക് കുമാറിന് ഉറങ്ങവേ കഴിഞ്ഞില്ല. തൻ്റെ ജീവിതവും സ്വപ്നങ്ങളും തകർന്നു വീണ ആ ശൂന്യതയിൽ കിടന്ന് അവൻ വിറച്ചു. നെഞ്ചിൽ ആഴത്തിൽ പതിഞ്ഞ ആ അപമാനവും നിരാശയും മെല്ലെ മെല്ലെ ഒരു കൊടും വാ സ്വരചിഹ്നം, റാ സ്വരചിഹ്നം, ഈ യാ ആക, ഒരു പിശാസാക അവൻ്റെ തലച്ചോറിനുള്ളിൽ വളരാൻ തുടങ്ങി. കണ്ണീരിൽ കുതിർന്ന ആ രാത്രിയിൽ അവൻ്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രം അലയടിച്ചു. എൻ്റെ ഉറക്കം കെടുത്തിയ നിങ്ങളെ ഇനി ഒരിക്കലും ഞാൻ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഒരു പാതിരാത്രി, ആകെ നിശബ്ദത. ചുറ്റുമുള്ള വീടുകളിലെ വെളിച്ചമെല്ലാം അണഞ്ഞുകഴിഞ്ഞു. ആ നിശബ്ദതയെ കീറിമുറിച്ചുകൊണ്ട് ഒരു നിഴൽ രൂപം പതുക്കെ നടന്നു നീങ്ങുന്നു. സാധാരണ മനുഷ്യരുടെ നടത്തമല്ലാതെ. ഓരോ കാലടിവെപ്പിലും ഒരു ക്രൂരതയും വറ്റാത്ത പകയും ഒളിഞ്ഞിരിപ്പുണ്ട്. ഓരോ കാലത്ത് കൊച്ചുകടയിൽ സന്തോഷമായി ജീവിച്ച ആ മനുഷ്യൻ പിന്നീട് കേരളക്കരയെ തന്നെ നടുക്കിയ ഒരു സീരിയൽ കില്ലറായി മാറുകയായിരുന്നു. തുടരും. നാളെ രാത്രി 9 മണിക്ക്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത എപ്പിസോഡുകൾക്കായി ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക. ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ലഭ്യമാണ്.